നോട്ട് പിൻവലിക്കൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും രൂക്ഷമായി പ്രതികരിച്ച സംസ്ഥാനം കേരളമായിരുന്നു. സഹകരണ ബാങ്കുകൾക്ക് മേൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം LDFനെയും UDFനെയും ഒരുപോലെ ചൊടിപ്പിച്ചു. സംസ്ഥാനത്തെ ആകെ ബാധിക്കുന്ന വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും യോജിച്ച പ്രക്ഷോഭത്തിനൊരുങ്ങി. യോജിച്ചുള്ള പ്രക്ഷോഭം BM സുധീരൻ അംഗീകരിച്ചില്ല. KPCC അധ്യക്ഷന്റെ എതിർപ്പ് മറികടന്ന് യോജിച്ചുള്ള സമരവുമായി മുന്നോട്ടു പോകാമെന്ന തീരുമാനം UDF തത്വത്തിൽ അംഗീകരിച്ചു. നോട്ട് പിൻവലിക്കലിലും സഹകരണ പ്രതിസന്ധിയിലും കേന്ദ്ര സർക്കാരിനെതിരായ പ്രമേയം നിയമസഭ പാസാക്കി. സഹകരണ പ്രതിസന്ധിക്ക് പരിഹാരം തേടി സർവകക്ഷി സംഘം ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇത് സ്വന്തം വീടുപോലെ കരുതിക്കൊള്ളൂ എന്നായിരുന്നു മുഖ്യമന്ത്രിയായതിന് തൊട്ടുപിന്നാലെ ഡൽഹിയിലെത്തിയ പിണറായി വിജയന് നരേന്ദ്രമോദിയുടെ സ്നേഹ സന്ദേശം. അതേ മോഡി തന്നെ കേരളത്തിന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചു. കേരള സംഘത്തിന് പ്രധാനമന്ത്രിയെ കാണാൻ അനുമതി നിഷേധിച്ചു. ഹിറ്റ്ലറിൽ നിന്നും മുസോളിനിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വലിയ തോതിലുള്ള ജനാധിപത്യ മര്യാദ പ്രതീക്ഷിക്കേണ്ടതില്ല. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസും മുതിർന്ന IAS ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചേരിപ്പോര് സർക്കാരിനുണ്ടാക്കിയ പ്രതിസന്ധി ചില്ലറയല്ല. KM എബ്രഹാമിനും ടോം ജോസിനുമെതിരെ ജേക്കബ് തോമസ് നടത്തിയ നീക്കങ്ങൾ IASകാരെ ചൊടിപ്പിച്ചു. ജേക്കബ് തോമസ് തുറമുഖ ഡയറക്ടറായിരുന്ന സമയത്തെ ക്രമക്കേടുകൾ സംബന്ധിച്ച ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ടും പുറത്തുവന്നു. സ്ഥാനമൊഴിയാൻ ജേക്കബ് തോമസ് സന്നദ്ധത പ്രകടിപ്പിച്ചുവെങ്കിലും മുഖ്യമന്ത്രി അനുവദിച്ചില്ല. ഫയലുകൾ തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നതാണ് ചേരിപ്പോരിന്റെ ബാക്കിപത്രം. ഭാവിയിൽ വിജിലൻസ് കേസുകൾ ഉണ്ടാകുമോ എന്ന ഭയത്താൽ ഫയലിൽ ഒപ്പിടാൻ ജൂനിയർ ഉദ്യോഗസ്ഥർ പോലും മടിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് പോലീസ് വ്യതിചലിക്കുന്നുവെന്ന ആരോപണം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി. മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകരായി നിലകൊണ്ട ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോൾ ജനാധിപത്യാവകാശങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്നുവെന്ന ആക്ഷേപം സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഉണ്ടായി. നിലമ്പൂരിലെ കരുളായി വനമേഖലയിൽ 2 മാവോവാദികൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മുന്നണിയിലെ മുഖ്യ ഘടകകക്ഷിയായ CPI പോലീസിനെതിരെ പരസ്യമായി രംഗത്തെത്തി. പിന്നാലെ VS അച്യുതാനന്ദനും പോലീസ് നടപടിയെ അപലപിച്ചു. മാവോവാദികൾ കമ്മ്യൂണിസ്റ്റുകാരല്ലെന്ന വാദമുയർത്തി CPM പോലീസിനെ പരോക്ഷമായി സംരക്ഷിച്ചു. എന്നാൽ പിന്നീട് നടന്ന ചില പോലീസ് നടപടികൾ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ UAPA ചുമത്തിയതും ദേശീയഗാന വിവാദത്തിൽ പോലീസ് സ്വീകരിച്ച നടപടികളുമാണ് പ്രതിഷേധം ആളിക്കത്തിച്ചത്. പോലീസിനെ തള്ളിപ്പറയാൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർബന്ധിതനായി. സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ പോലീസ് നയത്തിന് വിരുദ്ധമായിട്ടും പ്രവർത്തിക്കുന്ന ചില പോലീസ് ഓഫീസർമാർ സംസ്ഥാനത്തുണ്ട് എന്നാണ് സമീപകാലത്തുണ്ടായ ചില സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്.